സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിളി പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ചത്ത പച്ച എന്തൊരു സംഭവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അർജുൻ അശോകനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ വേറെ ഒരു കാര്യം, എനിക്ക് സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനെ പറ്റിയിട്ടോ ഒന്നും സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അതായത് എനിക്ക് മനസ്സിന് വേദനിക്കുന്ന ചില കമന്റുകൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം നമ്മുടെ നാട് ഇതുപോലെ വർഗീയപരമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ ചിത്രീകരിക്കുന്നത് എന്നുള്ള ഒരു വേദന നല്ല രീതിയിൽ എനിക്കുണ്ട്. ഒരു മനുഷ്യൻ അയാളെ പറയുകയാണ് കസേരയിൽ ഇരിക്കുന്ന എന്താണ് കാക്കാനെ കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ ഇടുകയാണ്. ഇവന്മാർ എന്ന് പറഞ്ഞ് എന്താണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മുടെ മഹാനടൻ, നമ്മുടെ മലയാളികളുടെ അഹങ്കാരം എന്ന് പറയാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ അത്രയും നല്ല വ്യക്തിത്വമുള്ള നമ്മളെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ മലയാള സിനിമയെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരാണ് പറയുന്നത് മട്ടാഞ്ചേരി മാഫിയ തലവനാണ് മമ്മൂട്ടി, എല്ലാത്തിൻ്റെയും ഉസ്താദാണ് മമ്മൂട്ടി, ഈ മട്ടാഞ്ചേരി മാഫിയകൾ കളിക്കുന്ന പല താന്തോന്നിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ള തരത്തിൽ ഇവറ്റകൾ ഇങ്ങനെ കമന്റ് എഴുതി വിടുന്നത് കാണുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദനയാണ്. കാരണം ആ മനുഷ്യൻ, ഇത്രയും നല്ല മനുഷ്യൻ, അയാൾക്ക് ജാതിയോ മതമോ വർഗീയതയോ ഒരു വസ്തുവില്ലാത്തൊരു മനുഷ്യനാണ് ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തെ എന്തിനാണ് ഈ വർഗീയപരമായിട്ട് ചിത്രീകരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ മലയാളികളൊന്നും അല്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തോട് യാതൊരുവിധ കൂറുമില്ലാതെ ചില ഉണ്ണാക്കന്മാരുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ചില ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു പണ്ട് നിങ്ങൾ കണ്ടതല്ലേ, മമ്മൂട്ടിയുടെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്തോ നേർച്ചയാ എന്തോ അങ്ങനെ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ വേട്ടാവളിയന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. അവറ്റകൾ തന്നെയാണ് ഏറ്റവും വലിയ ശാപം എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. ഇതുപോലെയുള്ള ടീമുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ വരെ പറയിക്കുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ, അതായത് അങ്ങേർക്ക് അസുഖമായിരുന്നു, ആ അസുഖമൊക്കെ മാറി വന്നേരം മുതൽ തുടങ്ങിയ ചൊറിച്ചലാണ് യുവമാർക്ക്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അസുഖം മാറാതെ അയാൾ അങ്ങനെ അങ്ങ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അങ്ങ് തീർന്നു പോണേ എന്നാണ് ഇവിടെയുള്ള പലരുടെയും ആഗ്രഹമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവന്മാർക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തിരിച്ചു വന്നത് അവർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സിനിമയിലൂടെ വന്നത്, ഇപ്പൊ ബബ്ബപ്പ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ വന്നിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശോകം തന്നെയാണ്. അത് മാത്രവുമല്ല, ലാലേട്ടൻ വന്നത് നമ്മളെ ഏട്ടന്റെ സിനിമയിലാണ്. ഏട്ടന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാ ലാലേട്ടനെ അതിൻ്റെ അകത്ത് കാണുക? ലാലേട്ടനെ അതിൻ്റെ അകത്ത് കാണാനേ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ ഒരിക്കലും അങ്ങനെയുള്ള സിനിമകളിൽ പോയി അഭിനയിക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിന് മമ്മൂക്കയായാലും നമ്മൾ പറയും, ലാലേട്ടൻ അതിൽ ഇത് അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മ പെങ്ങന്മാർ സഹോദരിമാർ മകളുള്ള ആൾക്കാർ ആരെങ്കിലും ഈ ബബ്ബപ്പ എന്ന് പറയുന്ന സിനിമ കാണും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിൻ്റെ അകത്ത് ലാലേട്ടന് പറ്റിയ അബദ്ധങ്ങള്, അയ്യോ ലാലേട്ടൻ ഇങ്ങനെ ആയില്ല, അഭിനയിച്ചിട്ട് ഇങ്ങനെയായി പോയില്ല, എന്നാ പിന്നെ ചത്താ പച്ചയിൽ അഭിനയിച്ച നമുക്ക് മമ്മൂക്കാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ വളരെ മോശമായ രീതിയിൽ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ 10-70 വയസ്സായ അച്ഛനമ്മമാരുണ്ടാകും. അവരുടെ പ്രായം പോലും കണക്ക് കൂട്ടാതെ, അല്ലെങ്കിൽ അവരും ഞങ്ങളുടെ ഈ ഒരു പ്രായമാണ് എന്ന് പോലും കണക്ക് കൂട്ടാതെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായിലൂടെ പറയുന്ന വാക്കുകൾ വളരെ മോശമായ വാക്കുകളാണ്. അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന കോമഡി പീസാക്കി, അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒരു കോമാളിയാക്കി, മമ്മൂട്ടിയെ അങ്ങനെയാക്കി. എൻ്റെ പൊന്നുമക്കളെ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരാള് നമുക്ക് എല്ലാവർക്കും അറിയാം, പുതുമുഖങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ റോളുകളും എടുക്കുന്നതാണ്. ഇപ്പൊ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച ഒരാളാണ് മമ്മൂട്ടി. അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇമേജും നോക്കാത്ത മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് അവർ പറയുകയാണ് ഇങ്ങേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കളവനായി പോയിന്ന്, അതുപോലെ തന്നെ ഈ കസേരയിൽ ഇരിക്കേണ്ട മനുഷ്യനെ കൊണ്ടുവന്ന് ഇരുത്തിയെന്ന്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായ കാര്യങ്ങൾ. പിന്നെ അങ്ങേരൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമന്റുകൾ, അതായത് മട്ടാഞ്ചേരി മാഫിയ തലവനാണ്, മയക്കുമരുന്ന് തലവനാണ്, മറ്റവരുടെ തലവനാണ്, പുകച്ചുരലിൻ്റെ തലവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോശമായ കാര്യങ്ങൾ. പിന്നെ ഇവിടെയുള്ള ചില റിവ്യൂവേഴ്സ് ആണെങ്കിൽ നമുക്ക് അറിയാലോ, ഇവിടെ പല സിനിമകളും തന്നെ മമ്മൂട്ടിൻ്റെ സിനിമ വരുമ്പോൾ മാത്രം ചൊറിയുന്ന കുറേ റിവ്യൂക്കാരുണ്ട്. അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ തന്നെയാണെങ്കിൽ എൻ്റെ തീരുമാനം. അണ്ണാക്കിലിട്ട് ഞാൻ പൊട്ടിക്കുന്നത്. എൻ്റെ പൊന്ന
മക്കളെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ കോടികളാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഹിറ്റായി തിയേറ്ററുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയമാണ്, ജനപ്രളയമാണ് തിയേറ്ററുകളിൽ. നോക്കുപോയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ഇന്ന് തിയേറ്റർ ജനപ്രവാഹമായത്. അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പലതരത്തിലും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മാജിക്ക് തന്നെയാണ് ആ സിനിമ എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ റോളാണെങ്കിലും അത് എന്ന് പറഞ്ഞാൽ റോൾ എന്ന് പറഞ്ഞാൽ തൂക്കിയത് മുഴുവൻ മമ്മൂക്കയാണ്. നമുക്ക് എല്ലാവർക്കും പടം കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനെതിരെ മമ്മൂട്ടി ഇനി ഇങ്ങനെ അഭിനയിക്കാൻ പാടില്ല, മമ്മൂട്ടി ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടൻ എന്ത് ചെയ്യും, നമ്മുടെ ലാലേട്ടൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചില ആൾക്കാരുടെ അസൂയയും കുശുമ്പും കടന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ദുരന്തം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുക തന്നെ വേണം. ഒരു മനുഷ്യരൊന്നുമല്ല ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്ക എന്ന് പറയുന്ന ആളുടെ പേരിനോടും അയാളുടെ ആ ഒരു മതത്തോടുമാണ് ഇവർക്ക് വിദ്വേഷം. ആ വിദ്വേഷമുള്ള പലരുമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇളകി തൂറുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഇത്രയും പ്രായമായിട്ടും ആ മനുഷ്യൻ ഇങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോഴേ നമുക്കെല്ലാവർക്കും ഒരു അതിശയമാണ്, അതുപോലെ ഒരു സന്തോഷമാണ്. കാരണം ഈ ഒരു പ്രായത്തിലും ഈ മനുഷ്യനെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഇനിയും മമ്മൂക്ക ഒരുപാട് സിനിമകളുമായിട്ട് വരട്ടെ, അതുപോലെ നമുക്ക് കാണാലോ എന്നുള്ള ആഗ്രഹത്തിലാണ് മലയാളികൾ എല്ലാവരും മമ്മൂക്കയുടെ സിനിമയെ കാണുന്നത്. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പുകളെന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യുവന്മാരൊക്കെ ഈ തെമ്മാടിക്കൂട്ടങ്ങളാണ് യുവന്മാർ, തെമ്മാടിക്കൂട്ടങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ ഒരു വസ്തുവിനും കൊള്ളാത്ത, ഒരു ഉപകാരവും ഇല്ലാത്ത ചില തെമ്മാടിക്കൂട്ടങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഇങ്ങനെയുള്ളവന്മാരെയൊന്നും നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇനിയും നല്ല നല്ല റോളുകൾ നമ്മളെ മമ്മൂക്കക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോഴും ചത്ത പച്ച എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ അഭിനയിച്ച എല്ലാവരും എന്ന് പറഞ്ഞാൽ അടിപൊളിയാക്കിയിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഈ ഒരു 2026 തൂക്കി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സർവമായ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിൽ ഇത്രയും വലിയൊരു ക്രൗഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത് ഇന്നലെ മാത്രമാണ്. ഇന്നലെ ഇറങ്ങിയ സമയത്തൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ മുതൽ ജനപ്രളയമായി മാറുന്ന തിയേറ്ററുകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഒരാൾക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനു മുമ്പിറങ്ങിയ ബബ്ബയായാലും നമ്മളെല്ലാവരും കണ്ടാണ്. ബബ്ബയിലൊക്കെ ശോകമാണ്, ശോകം. ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു അഭിനയവുമായിട്ട് ഒരു ഏറ്റം വന്നില്ല, നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അകത്ത് അഭിനയിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് അയാളോട് വെറുപ്പുള്ള കാര്യം. എന്താ പറയുന്നതിന്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയുള്ള ഒരു കൂതാപ്പടത്തെയും നമ്മൾ ഇനി ഇതാക്കൂല. അത് വേറെ ഒന്നുമല്ല, ഒരാളെ വെറുതെ വിടും, ശരിയാണ്. പക്ഷേ വന്ന് കഴിഞ്ഞിട്ടും ചില ആളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളുടെ പക നിങ്ങൾ കണ്ടതല്ലേ. അതുപോലെ തന്നെ ബബ്ബയിൽ കൂടെ ഇവിടെ ഒരുപാട് പേര് തന്നെ അപമാനിക്കാൻ നോക്കിയത് നിങ്ങൾ കണ്ടതല്ലേ. അതാണ് ഞാൻ പറയുന്നത്, ഇവന്മാർക്കൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.